ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യക്കാരുടെ ഇഷ്ടവിഭവങ്ങളിലൊന്നായ മസാല ദോശയാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ മസാല ദോശ വീട്ടിൽ തന്നെ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. മസാല ദോശ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉരുളക്കിഴങ്ങ്, മഞ്ഞൾപ്പൊടി, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ, നെയ്യ്, തലേദിവസം അരച്ച് വെച്ചിട്ടുള്ള ദോശയുടെ പുളിപ്പുള്ള മാവ്. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നതിന് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ച് കുക്കറിൽ 3 വിസിൽ കേൾക്കുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. മസാല തയ്യാറാക്കുന്നതിന് സവാള കനം കുറച്ച് അരിഞ്ഞെടുക്കാം. പച്ചമുളകും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം. ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുക്കുക. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുക്കുക. അവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ ഉരുളക്കിഴങ്ങ് ഒരു ബൗളിൽ ഇട്ട് വയ്ക്കാം. ഉരുളക്കിഴങ്ങ് ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഉടച്ച് എടുക്കുക. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിം ആക്കിയതിനു ശേഷം സവാള ഒന്ന് ചുമന്ന് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ചുമന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഇടുക. നേരത്തെ നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉരുളക്കിഴങ്ങും മസാലയും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വീണ്ടും യോജിപ്പിച്ച് ഉടച്ച് എടുക്കുക. മസാല ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശ ചുടുന്നതിന് വേണ്ടി ദോശച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. ചൂടായതിനു ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചില വെച്ച് നെയ്യ് എല്ലായിടത്തും തടവി ചേർത്ത് കൊടുക്കും. ദോശമാവ് ചട്ടിയിലൊഴിച്ച് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കുക. ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ കനം കുറച്ച് ദോശമാവ് ഒഴിച്ചത് കാരണം ദോശ ഇളകി വരത്തുമുള്ളൂ, നല്ല ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലായിടത്തും നല്ലവണ്ണം ആകുന്ന രീതിയിൽ നെയ്യ് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക.
അടുത്തതായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. മസാല ഇതുപോലെ നിരത്തി വയ്ക്കുക. കൂട്ടി വയ്ക്കാതെ നിരത്തി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ദോശയുടെ അരികെല്ലാം മുരിഞ്ഞു വരുമ്പോൾ ഇതുപോലെ മടക്കി നന്നായിട്ട് ചേർത്ത് വയ്ക്കാം. വളരെ സ്വാദിഷ്ടമായ മസാല ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കുട്ടികൾക്ക് വളരെ സ്വാദിഷ്ടമായ മസാല ദോശ തയ്യാറാക്കി കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. മസാല ദോശയുടെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.